അപ്പോൾ നമ്മുടെ വനിതാ വികസന കോർപ്പറേഷൻ ഈ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് നമ്മൾ ഈ ഒരു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ നമ്മളതിൻ്റെ ഒരു ഡേറ്റ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 4 വർഷത്തെ ഒരു കണക്കെടുത്താൽ 3.5 ലക്ഷം വനിതകൾക്ക് ഡയറക്റ്റ് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും തൊഴിലുകൾ നൽകുന്നതിന് നമുക്ക് സാധിച്ചു. ഇന്നും എന്താണ് നമ്മുടെ ഈ ഉത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയട്ടെ. ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ചിന്തിക്കേണ്ട. പല കാരണങ്ങളാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നവർക്ക് മനസ്സിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ആ നിലയിൽ ഒരു ചെറിയ വിശ്വാസം അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ, അത് മാത്രമല്ല ചിന്തയില്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ, ഒരിക്കലും തളർന്നു പോകേണ്ടതില്ല. ജീവിതത്തിൽ ആരും ഒറ്റയ്ക്കാണോ എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ പ്രതിസന്ധിയിലാണോ എന്നോ ആരും ചിന്തിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ട്. ഒരു സാമ്പത്തികമായിട്ടുള്ള പിന്തുണയാണ് ആവശ്യമെങ്കിൽ, ഒരു പണം അല്ലെങ്കിൽ ഒരു ധനം ആ നിലയിൽ നമുക്ക് ലഭിച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ, എനിക്കൊരു സംരംഭം തുടങ്ങാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവർക്ക് വനിതാ വികസന കോർപ്പറേഷൻ ഒപ്പമുണ്ട്. സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തോളോട് തോളൊരുമ്മി ഒന്നിച്ചണിനിരക്കണം എന്ന കാഴ്ചപ്പാട് അതിശക്തമായി ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം സ്ത്രീ പദവിയിൽ മാറ്റം സൃഷ്ടിക്കാൻ സഹായകരമായിട്ടുണ്ട്. സ്ത്രീ സാക്ഷരതയിലും സ്ത്രീ വിദ്യാഭ്യാസത്തിലുമെല്ലാം ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന വിപ്ലവകരമായ കൊച്ചുമുദ്രാവാക്യം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ മുഴങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി. ഗാർഹികമായിട്ടുള്ള ചുമതലകളുടെ പരിമിതമായ വൃത്തത്തിൽ നിന്ന് സാമൂഹികമായ ഉൽപാദന പ്രക്രിയയിലേക്കും തൊഴിലിലേക്കും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും പൊതുമണ്ഡലത്തിലേക്കും കടന്നു വരണമെന്ന ശക്തമായ ആഹ്വാനമാണ് ആ കൊച്ചു മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നമ്മുടെ ഭരണ നിർവഹണം നടത്താൻ ഏറെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് വളരെ കരുത്താർജിച്ച് പോകുന്നത് നമ്മളെല്ലാവരും കാണുകയാണ്. തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ആ പ്രത്യേകതകൾക്ക് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കുന്ന നയപരിപാടികൾ കൂടി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.